ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും വാഷിംഗ് മെഷീൻ കേടായിരിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ്. വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയാണ് വസ്ത്രങ്ങൾ കഴുകിയിരുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാലേ പ്രയോജനപ്രദമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യം ഒരു ബക്കറ്റിൽ കുറച്ച് തുണികൾ സോപ്പ് പൊടിയിൽ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം അഴുക്കുള്ള ഭാഗത്ത് സോപ്പ് പൊടി തേച്ച് നന്നായി കുത്തിപ്പിഴിഞ്ഞ് ഒരു അണ്ടാവിലേക്ക് ഇടുക. അണ്ടാവില്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റായാലും മതി. അലക്കിയിടുന്ന തുണികൾ പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ച് 5ഓ 6ഓ അതിൽ കൂടുതലോ ആവാം. അലക്ക് കല്ല് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന വിധം ഉയരമുണ്ടെങ്കിൽ അലക്കിക്കഴുകൽ ഒട്ടും ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുകയില്ല. വോൾട്ടേജ് കുറവായി തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ഇങ്ങനെയാണ് കഴുകിയെടുക്കാറ്. അണ്ടാവിൽ 6ഓ 7ഓ പീസ് തുണികൾ അലക്കിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് കഴുകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഏഴോ എട്ടോ പീസുകളായിട്ടുണ്ട്. ഇനി നമുക്കിത് അണ്ടാവിൽ ഇത് കഴുകിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ബോർവെല്ലിലെയോ ട്യൂബെല്ലിലെയോ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് ഇത്തരം പൈപ്പുകൾ വഴി പാത്രത്തിൻ്റെ ഒരു സൈഡിൽ ശക്തിയായി വെള്ളമൊഴിക്കണം. വെള്ളം കറങ്ങുന്നതിനനുസരിച്ച് തുണിയും കറങ്ങാൻ തുടങ്ങും. ആവശ്യമെങ്കിൽ കൈ കൊണ്ടിടയ്ക്ക് ഒന്ന് കറക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അതായത് തുണികളിൽ ഇങ്ങനെ എയർ തിങ്ങി ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കറക്കി കൊടുത്താൽ മാത്രം മതി. ഈ കറക്കത്തിലൂടെ തുണിയിൽ അവശേഷിക്കുന്ന അഴുക്കും സോപ്പിൻ്റെ അംശങ്ങളും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിലൂടെ പോകുകയും അധ്വാനമില്ലാതെ നമുക്ക് തുണി വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ആദ്യം അലക്കി വെച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിങ്ങനെ കഴുകിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അലക്കുക, 7 പീസോളം അലക്കുക, അത് കഴുകി വിരിക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ജലലഭ്യത ആവശ്യത്തിനുള്ള സ്ഥലങ്ങളിലാണിത് കൂടുതൽ പ്രായോഗികം കേട്ടോ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഉപയോഗിച്ച് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അയ്യോ ഇതാണോ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട. ഒന്ന് ചെയ്തു നോക്കൂ എത്ര ഈസിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൃത്തിയായ തുണി ഒന്നും ചെയ്യേണ്ട, അങ്ങോട്ട് കഴുകിയത് പിഴിഞ്ഞെടുത്താൽ മതി, വിരിച്ചിടാം. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.